എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് എനിക്ക് പിന്നെയും വീഡിയോയിൽ നല്ല മോട്ടിവേഷനായിരിക്കും. ഹലോ ഗൈസ്, ഇന്നൊരു വ്ളോഗാണ്. നമ്മളിപ്പോൾ പെർളശ്ശേരിയിലുള്ള ഒരു ശ്രീരാമക്ഷേത്രത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോനൂർ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. നേർച്ച എന്ന് പറഞ്ഞാൽ ഇവൻ വയറ്റിലുണ്ടാകുന്ന മുന്നേ തന്നെ ഞങ്ങൾ കൊച്ചിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അമ്പലമാണ് ഈ ശ്രീരാമക്ഷേത്രം. പെർളശ്ശേരിയിലുള്ള മുരുകക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തുള്ള തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെ വേണമെന്ന് വിചാരിച്ച് കുഞ്ഞിന് 6 മാസം കഴിഞ്ഞാലും ചോറ് കൊടുത്ത് കഴിയുമ്പോൾ ഞങ്ങളിവിടെ വന്ന് തൊട്ടിൽ കെട്ടും എന്നുള്ള ഒരു നേർച്ച നേരാണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേർച്ച നേർന്ന് അടുത്ത പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് കുഞ്ഞുമായി. അപ്പോൾ ഞങ്ങൾ ഒന്ന് വിചാരിച്ചു ചോറ് കൊടുത്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ മോൻ്റെ നേർച്ചയും കൂടെ കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞങ്ങളന്ന് തന്നെ എത്തി അമ്പലത്തിൽ. ഓൾറെഡി നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് ചോറ് കൊടുത്തതാണ് മോന്. പക്ഷെ എന്നാലും ഈ അമ്പലത്തിൽ എത്തിയെക്കൊണ്ട് ഈ അമ്പലത്തിലും ഒരു പ്രാവശ്യം ചോറ് കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിൽ മോനെയും കയറ്റി തൊട്ടിലും പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് പൂജകളും ചെയ്ത് മോനെ ആചാരങ്ങൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനാവില്ലല്ലോ, ഇത് പുറത്ത് വെച്ച് ചെയ്തുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ചെയ്ത ആചാരങ്ങൾ നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല, അത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ തൊട്ടിൽ കെട്ടിയിട്ട് അടുത്ത് മുരുകക്ഷേത്രത്തിന് പോകാനുള്ള ഒരു പ്ലാനാണ്. എൻ്റെ ഒരു ഫേവററ്റ് അമ്പലമാണ് കണ്ണൂർ ജില്ലയിൽ. എനിക്ക് ഫേവററ്റ് അമ്പലം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പെർളശ്ശേരിയും, പിന്നെ രണ്ടാമത് എനിക്ക് മുത്തപ്പ ക്ഷേത്രമാണ്. മുത്തപ്പനെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ പെർളശ്ശേരി മുരുകക്ഷേത്രമാണ്. നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ വരണം. നല്ലൊരു ശക്തിയുള്ള ദൈവമാണ്. എൻ്റെ മൈൻഡിൽ ഞാൻ എന്ത് വിചാരിച്ച് അവിടെ പോയാലും എനിക്ക് അവിടെ ഒരു സമാധാനം കിട്ടും. അതുമാത്രമല്ല, ഞാൻ എന്ത് ചോദിച്ചാലും ആ അമ്പലത്തിൽ പോയി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഫേവറേറ്റ് അമ്പലമാണ്. നിങ്ങളും അവിടെ പോകണം. ഇത് നമ്മൾ പെർളശ്ശേരിൻ്റെ അപ്പുറത്തുള്ള ഒരു ശ്രീരാമക്ഷേത്രത്താണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആചാരങ്ങളെല്ലാം കഴിഞ്ഞ് ഉള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മോനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്ന് അവൻ നല്ല ക്യൂട്ടാണ്. അവൻ നല്ല എൻജോയ് ചെയ്ത് മോന്. പിന്നെ അവിടെ ഒരു കുരുമണികൾ ഇങ്ങനെ കൈ കൊണ്ട് വാരിയിടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം നമ്മളിവൻ ചെയ്യൂല എന്ന് വിചാരിച്ച് ഇങ്ങനെ കൈ വെച്ച് നോക്കിയത്. പക്ഷെ അവൻ ഇൻട്രസ്റ്റോയിട്ട് ചെയ്യുന്നുണ്ട്. അതിന് നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കൈയും താഴെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പേടി, അവനിതെടുത്ത് വായിൽ വെക്കുമോ എന്നുള്ള ഒരു പേടി. ഞങ്ങൾ വേഗം അവനെടുത്ത് എന്നിട്ട് നമ്മളൊരു അമ്പലത്തിൽ തന്നെ ഒരു വീഡിയോ ഷൂട്ടും ചെയ്തിട്ട് പിന്നെ നമ്മളിത് പെർളശ്ശേരിയിലുള്ള ഇത് കുളമാണ്. ആ കുളത്തിൽ നിങ്ങൾ നോക്കിയാൽ കുറേ മീനുകൾ, നല്ല സൂപ്പർ ഭംഗിയുള്ള മീനുകളാണ്. നല്ല വലിയ മീനാണേ. നമ്മൾ കാലുകൊണ്ട് വെച്ചാൽ തന്നെ അത് കടിക്കേ വരൂ. അപ്പോൾ നമ്മളൊന്ന് ഇവനെ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് എങ്ങനെ കൊണ്ട് കാല് വെച്ച് നോക്കിയതാണ്. പക്ഷെ മീനുകളൊന്നും വന്നിട്ടില്ല. എന്നാലും നമുക്കൊരു പേടിയാണ്, കാല് കടിച്ച് വെച്ചാലും ചെറിയ കുഞ്ഞിൻ്റെ കാലല്ലേ. എന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത്, ഇത് അച്ഛനും മോനുമായിട്ട് ഞാൻ എടുത്തെടുത്ത ഫോട്ടോയാണ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. നമ്മൾ ഫാമിലീസായിട്ടെല്ലാം എടുത്ത് കണ്ടാവുക ഗൈസ്. ഇതാണ് കുളം. ഈ കുളം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാവരും വരണം. ഒരു പ്രാവശ്യമെങ്കിലും ഈ പെർളശ്ശേരി മുരുകക്ഷേത്രം നിങ്ങൾ വന്ന് നോക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ ഒടുക്കത്തെ ചൂടാണ്, അതേറെ കാര്യം. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി അമ്പലത്തിൽ തൊഴുതിട്ട് വന്ന് ഇത് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാറിലെത്തിയിട്ട് അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ഗൈസ്. കാറിലെത്തിയപ്പോൾ തന്നെ ഒരു സമാധാനം. അത്ര ചൂടാണ് ഗൈസ്. എങ്ങനെ നമ്മുടെ വ്ളോഗ് തീർന്നിട്ടുണ്ട്. നന്ദി.